ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇന്ത്യയുടെ ആരോഗ്യ പരിഷ്കരണത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 58 കോടി ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ലോകത്തിലെ തന്നെ വലിയ ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ലോകാരോഗ്യ സംഘടനയുടെ 78ാമത് സെഷനെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘങ്ങളെ അയക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നാളെ മുതൽ അടുത്ത മാസം 5 വരെ 59 എംപിമാർ അംഗങ്ങളായ 7 സംഘങ്ങൾ 32 രാജ്യങ്ങളിൽ സന്ദർശനം ആരംഭിക്കും. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നിർവഹിക്കും. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ചടങ്ങ് നടക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1300ഓളം റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് 3 മണിക്കൂറിലേറെ വാദം കേട്ടു. വ്യക്തമായ കാരണങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ മാത്രമേ നിയമത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് AG മസീഹ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹർജികളിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി നാളെ കേൾക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 കുറ്റാരോപിതരുടെ പരീക്ഷാഫലം തടഞ്ഞുവച്ച സർക്കാർ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി എത്രയും വേഗം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിക്കും. കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമാക്കി. കൊച്ചിയിൽ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്ന 3.5 വയസ്സുകാരിയുടെ മൃതദേഹം സംസ്കരിച്ചു. കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ എന്ന് ആലുവ റൂറൽ SP M ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മുകളിലത്തെ നിലയിലുണ്ടായ തീപിടുത്തം തികച്ചും ദൌർഭാഗ്യകരമാണെന്ന് മേയർ ബീന ഫിലിപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ജയന്ത് നാർലിക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. നാർലിക്കറുടെ വിയോഗം ജ്യോതിശാസ്ത്ര മേഖലയിൽ സമൂഹത്തിന് വലിയ നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കേണ്ടതാണ്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വയനാട് ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എടയ്ക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചു. കുറുവ, കാന്തൻപാറ, പൂക്കോട്, കർലാട് കേന്ദ്രങ്ങളിലെ ബോട്ടിംഗ് നിർത്തിവച്ചു. പാർക്കുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും ജില്ലയിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ജലവിനോദങ്ങളും കർശനമായി നിരോധിച്ചതായി DTPC അറിയിച്ചു. കർണാടകയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ബംഗളൂരു നഗരത്തിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. തമിഴ്നാട്ടിലും വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ആൾതാമസമില്ലാത്ത 17ഓളം ദ്വീപുകളിലേക്ക് അടുത്ത 2 മാസത്തേക്ക് പ്രവേശനാനുമതി കർശനമാക്കി ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ R ഗിരിശങ്കർ. കാലവർഷത്തിന്റെ ആരംഭവും സുരക്ഷയും കണക്കിലെടുത്താണ് നടപടി. കൃത്യമായ സുരക്ഷാ അനുമതികളോടെ മാത്രമേ ദ്വീപുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂവെന്നും ഉത്തരവിൽ പറയുന്നു. നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന 4ാം വാർഷിക ആഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കും. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലൂടെയാണ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാതൃകയിലായിരിക്കണം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.